Hello dear students, welcome back. NEET 2024 വളരെ ഉയർന്ന സ്കോർ ചെയ്തിട്ടുള്ള അനീന സി പി ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അനീന സി പി യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ M9 ബാച്ചിൽ റിപ്പീറ്റ് ചെയ്ത സ്റ്റുഡൻ്റ് ആണ്. 2 വർഷം യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ പഠിച്ച് അത്യാവശ്യം നല്ലൊരു സ്കോർ കഴിഞ്ഞ വർഷം തന്നെ അനീന വാങ്ങിയിരുന്നു. ബട്ട് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ മാത്രം ഉണ്ടായില്ല. അങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം നല്ലൊരു സ്കോർ തന്നെ അനീന വാങ്ങിയിട്ടുണ്ട്. അനീൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് കഴിഞ്ഞ വർഷത്തു നിന്നും ഈ വർഷം തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നു, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് അനീനയുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അനീന ഇപ്രാവശ്യം എക്സ്പെക്ട് ചെയ്യുന്ന സ്കോർ എത്രയാണ്? 690 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം അതായത് +2ൻ്റെ കൂടെ എഴുതിയ സമയത്ത് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 577. ഓക്കെ, ആ സമയത്ത് മറ്റു കോഴ്സുകൾക്കൊന്നും പോകണ്ട, നേരെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ തന്നെ റിപ്പീറ്റ് ചെയ്യാന്നുള്ള കൺഫേം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവിടെ അഡ്മിഷൻ എടുത്തു. M9 ബാച്ച് നിങ്ങൾക്ക് റിസൾട്ട് വരുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തിരുന്നോ ക്ലാസ്? M2 ബാച്ചിലായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ M9 ബാച്ചിലേക്ക് മാറിയതാണ്. ഓക്കെ, അപ്പോൾ M2 ബാച്ചിൽ നിന്ന് ഓക്കെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 577. ഓക്കെ, കഴിഞ്ഞ വർഷവും ഇപ്രാവശ്യത്തുള്ള ഒരു നീറ്റ് എക്സാമിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഇപ്രാവശ്യം? സിമ്പിൾ ആയിട്ടാണ് എക്സാം എഴുതിയത്. പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ടൈം കറക്റ്റ് ആയിരുന്നു. 5 മിനിറ്റ് എക്സ്ട്രാ കിട്ടി. 5 മിനിറ്റ് എക്സ്ട്രാ ബാക്കി ഉണ്ടായിരുന്നു. എത്ര റൗണ്ട് ആയിട്ട് എക്സാം എഴുതിയത്? നമ്മൾ 2 റൗണ്ട് ആയിട്ടാണ്. അത് അങ്ങനെ തന്നെയായിരുന്നോ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, ഇപ്രാവശ്യം 690 ആണ് അനീന എക്സ്പെക്ട് ചെയ്യുന്ന സ്കോർ. വളരെ നല്ല സ്കോറാണ്. അതിന്റെ ഒരു പ്രിപ്പറേഷൻ ഇപ്പൊ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് എന്താണ് പ്രിപ്പറേഷനിൽ വരുത്തിയ മാറ്റം? NCERT എല്ലാം വായിച്ച് നല്ല സ്ട്രോങ് ആക്കി. എല്ലാ സബ്ജക്റ്റിനും NCERT വായിക്കൽ ആദ്യമേ തുടങ്ങിയിരുന്നോ? ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ തന്നെ NCERT വായിച്ചിട്ട് അതിന് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെച്ചിരുന്നു. ഓക്കെ, അത് ഹെൽപ്പ് ചെയ്തു. പിന്നെ കുറെ മോക്ക് ടെസ്റ്റ് ചെയ്താൻ പറ്റി പ്രാവശ്യം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, മോക്ക് ടെസ്റ്റുകളിലൊക്കെ മാർക്ക് ഈ റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നോ? ഏകദേശം റേഞ്ച് 1-2 പ്രാവശ്യമൊക്കെ. എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ ഒരു 690 അബോവ് ഒക്കെ സ്കോർ? 690 അബോവ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ 600 അബോവ് എന്തായാലും ഉണ്ടാവും. 650 അബോവ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, ഇനി കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഇപ്രാവശ്യം പ്രിപ്പറേഷനിൽ വരുത്തിയ മറ്റു മാറ്റങ്ങൾ. ഇപ്പോൾ NCERT വായിച്ചു എന്ന് പറഞ്ഞു, അതുപോലെ ഒബ്വിയസ്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു? ഏതൊക്കെ മെറ്റീരിയൽ ഫോളോ ചെയ്തിരുന്നു? MTG നീറ്റ് ചാമ്പ്യൻ ചെയ്തിരുന്നു. MTGയുടെ നീറ്റ് ചാമ്പ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കംപ്ലീറ്റ്. യെസ്. പിന്നെ ഇവിടുത്തെ റിപ്പീറ്റേഴ്സ് മെറ്റീരിയൽ, പിന്നെ UPS മെറ്റീരിയൽ, അതായത് പബ്ലിക് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത മെറ്റീരിയൽ അതും ഫിനിഷ് ചെയ്തോ? അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഓക്കെ, എന്ന് വെച്ചാൽ ആവശ്യമുള്ളത് മാത്രം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഈ മാർക്ക് ഇതിലും കൂടുതൽ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നാ? ഒക്കെ ക്രോസ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു. ഓക്കെ, ഈ പ്രാവശ്യത്തെ എക്സാമില് ഏറ്റവും മോസ്റ്റ് ക്രൂഷ്യൽ ആയിട്ട്, അല്ലെങ്കിൽ ഈ എക്സാമിൽ ഈ ഒരു സ്കോർ വാങ്ങാൻ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഹോസ്റ്റല് ബീറ്റ അടിപൊളി ഹോസ്റ്റലായിരുന്നു. നല്ലൊരു ബീറ്റ ഹോസ്റ്റലില് ടീം ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങളുടെ ഡൗട്ടുകൾ ഇപ്പൊ എല്ലാ എക്സാം കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഒരു ഡിസ്കഷൻ സെക്ഷൻ ഉണ്ടാവും. അപ്പൊ എല്ലാരും കൂടി ഇരുന്നിട്ട് നിങ്ങളായിട്ടൊരു ഡിസ്കഷൻ ഉദ്ദേശിച്ചത്? കുട്ടികൾ മാത്രം എല്ലാരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോ എന്നിട്ട് എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ വേറെ പഠിച്ചായിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അത് ആ ഒരു ടീമിന്റെ സപ്പോർട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു മാർക്ക് 690 അങ്ങനെ തന്നെ ആക്ച്വൽ റിസൾട്ടിൽ വരികയാണെങ്കിൽ എവിടെ പോകുന്നതാണ് അനീന താല്പര്യപ്പെടുന്നത്? ആക്ച്വലി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ? ജിപ്മർ കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ജിപ്മർ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ജിപ്മർ പോകും. മറ്റ് എയിംസുകൾ നോക്കാൻ താല്പര്യമുണ്ടോ? ഡൽഹി അല്ലാത്ത എയിംസുകൾ, ഇപ്പോൾ ഡൽഹിയിലേക്ക് നമുക്ക് മേ ബി നോട്ട് ഷുവർ, അല്ലാത്ത എയിംസുകളൊക്കെ കിട്ടാൻ നല്ല സാധ്യത ഉണ്ടല്ലോ. ജിപ്മർ അല്ലെങ്കിൽ കാലിക്കറ്റ്. ഓക്കെ, ആയിക്കോട്ടെ. ആ രീതിയിൽ നല്ലൊരു മെഡിക്കൽ കോളേജിൽ തന്നെ ജോയിൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിതോടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.